തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. രോഗിയുടെ കാലിൽ കയറിയ മരക്കമ്പ് പൂർണ്ണമായും നീക്കം ചെയ്യാതെ പറഞ്ഞയച്ചു. 3 മാസത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ മരക്കമ്പ് പുറത്തെടുത്തു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് നടന്നുവെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. രോഗിയുടെ കാലിൽ കയറിയ മരക്കമ്പ് അത് പൂർണ്ണമായും നീക്കം ചെയ്യാതെ പറഞ്ഞയച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ടല്ലേ? പിഴവ് ആശുപത്രിക്ക് ഉണ്ടായി എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ രാജു എന്നയാളുടെ കാലിൽ ഒരു മരക്കഷ്ണം കൊള്ളുന്നത്. മരം മുറിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇയാളുടെ കാലിൽ മരക്കമ്പ് കുത്തിക്കയറുകയും തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഈ സമയത്ത് സ്കാനിംഗ് നടത്തിയ ശേഷം കാലിനുള്ളിൽ മരക്കമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഈ തൊടുപുഴയിലെ ആശുപത്രിയിൽ തന്നെ ഈ മരക്കമ്പ് എടുക്കുന്നതിന് വേണ്ട നടപടികൾ നടത്താമെന്ന് രാജു പറഞ്ഞത്. തുടർന്ന് ഡോക്ടർ ഈ കാലിൽ നിന്ന് ഏതാനും കമ്പുകൾ, മരത്തിന്റെ ചെറിയ 4 പോലുള്ള കമ്പുകൾ പുറത്തെടുത്ത് കളയുകയും ചെയ്തു. ശേഷം 2 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്നും കാലിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് രാജു പോയത്. 3 മാസത്തോളം ഈ വേദന സഹിച്ച് ഇയാൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കാലിനുള്ളിൽ ഇനിയും മരക്കമ്പുകൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായത്. തുടർന്ന് ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മരക്കമ്പ് തന്നെയാണ് ഇയാളുടെ കാലിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്താനായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ രാജുവിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്.